പിന്നെ ഈ സർപ്പങ്ങൾ തന്നെ പല വിധാനത്തിലുണ്ട്. ഇപ്പം നമ്മൾ ശൈവം, വൈഷ്ണവം, ശാക്തം ഇങ്ങനെ പൊതുവേ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അതിൽ മിശ്ര സമ്പ്രദായമുണ്ട്. അതായത് ശൈവം വൈഷ്ണവം കൂടിയത്, ശാക്തവും വൈഷ്ണവവും കൂടിയത്, സമ്പുടീകരണ ക്രിയ എന്നൊക്കെ നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ പറയും. ഒരു മന്ത്രത്തിൻ്റെ കൂടെ വേറൊരു മന്ത്രത്തെ ഘടിപ്പിച്ച് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില പ്രോസസ്സാണ്. അപ്പോൾ ഇതേപോലെ ഈ സർപ്പങ്ങളിലും ശൈവം, വൈഷ്ണവം, ശാക്തം, മിശ്രം എന്നുള്ള ക്രമമുണ്ട്. അത് എല്ലാ ദേവതാ വിധാനങ്ങളിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് വിധാനത്തിലുള്ള നാഗങ്ങളാണ് നമ്മൾ പൂർവികമായി ആരാധിച്ച് വന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി, അതിനെ കൃത്യമായി അതിൻ്റെ ദോഷാവസ്ഥകളെ മനസ്സിലാക്കി അതിനെ മാറ്റി അതിനെ ഉപാസിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സർപ്പദോഷങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പം നമ്മുടെ എല്ലാ തറവാടുകളിലും, ഒട്ടുമിക്ക എല്ലാ സങ്കേതങ്ങളിലും ഈ സർപ്പാരാധന, ഇപ്പം ഈ നായർ തറവാടൊക്കെ എടുക്കാന്ന് വെക്കാം, അങ്ങനെ ജാതി പറയല്ല, പക്ഷെ എന്നാലും ഈ നാഗർ എന്ന് പറഞ്ഞിട്ട് നായർ പണ്ട് ആൾക്കാർക്ക് നാഗഭണ കുടുംബയൊക്കെ കണ്ടിട്ടില്ലേ, ഈ സൈഡിലായിട്ട് അവർ കിട്ടും, അതൊക്കെ സർപ്പാരാധനയുടെ ലക്ഷണങ്ങളായിട്ട് അവർ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ഇങ്ങനത്തെ തറവാടുകൾ എടുത്തു നോക്കിയാൽ അവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടാവും.